ഹായ് ഗായ്സ്, അപ്പം ഇന്നത്തെ ഗെയിം ചേഞ്ചർ ജാസ്മിൻ. പക്ഷെ അത്ര വലിയ ചേഞ്ചറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ അഭിഷേക് ജയദീപിന് ഇത്ര സപ്പോർട്ടായിട്ട് അവൾ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ LGBT സപ്പോർട്ട് ചെയ്തിട്ടാണ് അഭിഷേക് വന്നതെന്നറിയാം. അവരുടെ കുറച്ച് വോട്ട് പിടിച്ചെടുക്കാനാണ് പുള്ളി നോക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉള്ള കാര്യം ഞാനീ പറയുന്നത്. ഇത്രയും നാൾ ഗബ്രിക്ക് സപ്പോർട്ട് ചെയ്ത് അവൾ പെട്ടെന്നൊരു ഇത് വരാൻ ഇപ്പം ഇന്നത്തെ രാവിലത്തെ ലൈവിലാണെങ്കിൽ അവർ ഭയങ്കര ക്ലോസ് ഒക്കെ ആയിട്ടായിരുന്നത്. പക്ഷേ പിന്നെ അതുപോലെ തന്നെ ഈ പവർ ടീമിനെ കൊണ്ടുവന്നതും നമ്മുടെ ജാസ്മിനാണ്. അപ്പോൾ അവരതുപോലുള്ള തിരിച്ചുള്ള ഒരു ഇത് ജാസ്മിൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ലായിരുന്നു. അതും ആവും. പക്ഷേ എന്തൊക്കെ വന്നാലും ഗബ്രിയെ വിട്ട് കളിക്കാത്ത ജാസ്മിൻ എന്തുകൊണ്ട് ഇത് ചെയ്തു? പിന്നെ പുറത്തെ കുറേ നെഗറ്റീവും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല രീതി. പിന്നെ അച്ഛൻ വിളിച്ച് പൊരിപ്പിച്ചതും കുറേ കാര്യങ്ങളുണ്ടല്ലോ, A to Z കാര്യങ്ങൾ. അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ജാസ്മിൻ പുള്ളിയുടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഗബ്രി എനിക്കറിയത്തില്ല ഇനി അത് ഇങ്ങനെയും മഴയായിട്ട് തന്നെ ഇരിക്കാനാണ് ചാൻസ് എന്ന്. പക്ഷേ ഇപ്പം ഈ അഭിഷേക് ജയദീപിനെ അവൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഇതുപോലൊരാൾ വരുമ്പോൾ പുള്ളിയാണ് വലിയ രീതി സംഭവം എന്നുള്ള രീതിയിൽ അങ്ങ് തോന്നിക്കാണും പുള്ളിക്കായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഇതെല്ലാം ഒരു വലിയ ചേഞ്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഏത് രീതിയിലും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. തെറി വിളിക്കുന്നെങ്കിൽ തെറി വിളിക്കുക. നമ്മളെപ്പോഴും ജാസ്മിൻ വിരോധിയാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. പറഞ്ഞ് മനസ്സിലായി? ഓക്കെ. ഇപ്പോൾ ഗബ്രിയെ സപ്പോർട്ട് ചെയ്ത് വേറെ എത്രയോ നല്ല പ്ലേയേഴ്സ് ഉണ്ട് അതിനകത്ത്. ക്യാപ്റ്റൻ്റെ ആവാനുള്ള യോഗ്യത ഈ പറയുന്ന ജയദീപിന് എന്തുണ്ട്? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ LGBTQ സപ്പോർട്ട് ചെയ്ത് വന്ന ഒരാളെ അവനെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ നമുക്കും ഗുണമുണ്ടാകും. കണ്ടറിയാം.